എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ട് വെറും 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാനുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതായത് എൻ്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ഇപ്പം അവർക്ക് 10-28 വയസ്സൊക്കെ ആയി. അപ്പം അവർ റിക്വസ്റ്റ് ചെയ്തു അവർക്ക് 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കുന്ന കറി വേണമെന്ന്. അപ്പം ഞാൻ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ ഈ മാങ്ങ ഒരെണ്ണം എടുത്തിട്ട് കുറച്ച് നീളത്തിൽ, നല്ല നീളത്തിലുള്ള മാങ്ങയായിരുന്നു. അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 5-6 പച്ചമുളക് ഇട്ടിട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇടുകയാണ് കേട്ടോ. ഒരു മാങ്ങ എടുത്തിട്ടുള്ള വിത്തിൻ 5 മിനിറ്റ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ കേട്ടോ. ഗ്യാസ് കത്തിച്ചു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അവര് പറഞ്ഞു അവരെല്ലാം IT ഫീൽഡിലുള്ളവരാണ്. അപ്പം അവർക്ക് ഞാൻ 10th അവരെ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അതാണ് വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഓൾറെഡി പച്ചമുളക് ഇട്ടുകൊണ്ട് പിന്നെ ഇതിൽ മുളക് പൊടി ഇടില്ല, അരയ്ക്കണം ഇതിന്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് ഞാനിതൊന്ന് ഇളക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് ഞാനിത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇത് കുക്കറിൽ വെച്ചാലും മതി, കുറച്ചും കൂടി ധൃതിയിലോട്ട് കുക്കറിൽ വെക്കാം. ഞാൻ ഇത് ചട്ടിയിൽ വെച്ച് കാണിക്കണമെന്നുള്ളൂ. കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു വിസില് അടുപ്പിച്ചാൽ മതി കേട്ടോ. അതും കൂടി പറയാണ്. അപ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്കും ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും ധൃതി പിടിച്ച് പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ആഴ്ച ഞാൻ അങ്ങനത്തെ കറി ഇടാന്നാണ് വിചാരിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കുന്ന കറി. ഓക്കെ, അപ്പൊ ഇതൊന്ന് കുക്കാവട്ടെ. അപ്പൊ അതിനിടയിൽ ഞാനൊന്ന് പറയാൻ മറന്നുപോയി. ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതില്. അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതും കൂടി ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഇത് കുക്ക് ചെയ്യാൻ വെച്ചു, അതായി. അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി, ഷൂട്ട് ചെയ്തില്ലാതെ. ഞാൻ തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് ഞാൻ അതിൽ മുളക് പൊടിയും ജീരകവും മാത്രം ഇട്ടിട്ടാട്ടോ അരച്ചേക്കണേ. കാരണം ഓൾറെഡി ഇതിൽ പച്ചമുളക് ഇട്ടതുകൊണ്ട് ഞാൻ ഇതില് മുളക് പൊടിയും ജീരകവും ഇട്ട് അരച്ചു. കാരണം ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇതിലിട്ടത് കൊണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഓരോന്നും ചെയ്യുക. അപ്പൊ ഞാൻ അത് അരച്ചെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇത് ഞാൻ ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാനതൊന്ന് എടുക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായത് 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മള് കണ്ടില്ലേ, ഈ തേങ്ങ അരപ്പതിൽ ചേർത്തു. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉള്ള. ഇനിയിപ്പോ അഥവാ തോരനോ മെഴുക്കുവരട്ടിയോ ഒന്നും ഇല്ലെങ്കിലും ഇത് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ ഞാനൊന്ന് ഉപ്പ് നോക്കിക്കോട്ടെ. ഉപ്പും നല്ലോണം ഉണ്ട്, പുളിയും ഉണ്ട്, മുളകും ഉണ്ട്. അപ്പൊ ഇത് തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കൊച്ച് പാനില് ഞാൻ കടുകും മുളകും കരിവേപ്പിലയും വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലൊഴിക്കുകയാണ്. കഴിഞ്ഞു, അത് തിളച്ചും കഴിഞ്ഞു, കറി ഉണ്ടാക്കിയും കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ. ഇതിപ്പോ ഒരു 2 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള കറിയുണ്ട്. ഞാനും മോനും മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പൊ അതുകൊണ്ട് 2 പേർക്ക് കഴിക്കാനുള്ള കറിയുടെ ഒരു പ്രപ്പോർഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലാണ് കറി കഴിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി അരപ്പ് ചേർത്താൽ മതി. ഇപ്പൊ കഷ്ണമൊക്കെ നല്ലോണം ഉണ്ട്. ഒരു മാങ്ങ ഇട്ടു. ആളുകൾ കൂടുന്ന അനുസരിച്ചിട്ട് ചെയ്യാം. 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്.
ഞാൻ ഓൾറെഡി രസമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണ രസമൊക്കെ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ കറികളൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഞാനൊരു 5 മിനിറ്റിനുള്ള കറികൾ പറഞ്ഞുതരാം. അപ്പൊ അതും കൂടി ഒന്ന് കാണുക. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അതുപോലെ തക്കാളിക്കറിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ബാക്കി എല്ലാവരും ഇത് കാണുന്ന എന്റെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും അല്ല പുതിയതായിട്ട് കാണുന്നവര് എല്ലാവരും എന്റെ ചാനലൊന്ന് കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്തൊരു എന്താ തിളച്ചത് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.